ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ തുല്യതാ ബുക്കിലെ ചാപ്റ്ററുകളാണ് ഇന്ന് തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പുറത്തിറക്കിയതാണ് തുല്യതാ പാഠാവലി സാമൂഹ്യശാസ്ത്രം ബുക്കിലെ 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 3rd ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 3rd ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കാം തിരിച്ചറിയാം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഓരോ ദിവസവും ഓരോന്ന് വിധം നമുക്ക് നോക്കി പോവാം. അപ്പോൾ തിരിഞ്ഞു നോക്കാം തിരിച്ചറിയാം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൽ നിന്നും പിന്നെ സിലബസ് വൈസായിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ഭാഗം മാത്രമേ ഇതൊന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പഴന്തമിഴ് പാട്ടിനൊപ്പം. പ്രാചീന കേരളം ഇന്ന് നാം കേരളം എന്നറിയപ്പെടുന്ന മേഖലയേക്കാൾ വിശാലമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നത്തെ തമിഴ്നാടും കർണാടകത്തിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ചില ഭാഗങ്ങളും ചേർന്ന ഒരു മേഖലയായിരുന്നു അത്. തമിഴകം എന്നാണ് അതിനെ ചരിത്രകാരന്മാർ വിളിച്ചിരുന്നത്. അടുത്ത പോയിന്റ്, ഇവിടം ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ എന്നിവരായിരുന്നു. ഇവരെ ഒരുമിച്ച് മൂവേന്തർമാർ എന്ന് വിളിച്ചിരുന്നു. തമിഴ് സാഹിത്യത്തിലെ സംഘകാലം എന്ന് ഇതറിയപ്പെടുന്നു. തമിഴ് സാഹിത്യത്തിലെ സംഘകാലം എന്നാണ് ഈ മൂവേന്തർമാർ ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത്. പത്തുപാട്ട്, പതിറ്റുപാട്ട്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ അന്നത്തെ പ്രധാന സംഘകൃതികളാണ്. പത്തുപാട്ട്, പതിറ്റുപാട്ട്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ അന്നത്തെ പ്രധാന സംഘകൃതികളാണ്. ഇവ പഴന്തമിഴ് പാട്ടുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ 10th ലെവൽ PSCയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത് ഈ ടെക്സ്റ്റിൽ കണ്ടപ്പോൾ ഒന്നുകൂടി വായിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊരു റിവിഷനായിട്ട് കണ്ട് ഇതോടെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്കണം. അപ്പോൾ തുടങ്ങാം. പഴന്തമിഴ് പാട്ടുകൾ രചിക്കപ്പെട്ടതും മഹാശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടതും ഏതാണ്ട് ഒരേ കാലത്താണ്. ഔവയാർ, കപിലർ, പരണർ, മധുരൈ നക്കീരർ മുതലായവർ അന്നത്തെ പ്രധാന കവികളായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രധാന കവികളാണ് ഔവയാർ, കപിലർ, പരണർ, മധുരൈ നക്കീരർ മുതലായവർ അന്നത്തെ പ്രധാന കവികളായിരുന്നു. അടുത്ത പോയിന്റ്, പഴന്തമിഴ് പാട്ടുകളെ അകംപാട്ടുകൾ, പുറംപാട്ടുകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. പഴന്തമിഴ് പാട്ടുകളെ അകംപാട്ടുകൾ, പുറംപാട്ടുകൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രണയം, കുടുംബജീവിതം എന്നിവ അകംപാട്ടുകളുടെ പ്രധാന പ്രമേയങ്ങളായിരുന്നു. അപ്പോൾ അകംപാട്ടുകളുടെ പ്രധാന പ്രമേയങ്ങളാണ് പ്രണയം, കുടുംബജീവിതം എന്നിവ. ഇനി യുദ്ധം, കച്ചവടം എന്നിവയായിരുന്നു പുറംപാട്ടുകളിലെ പ്രതിപാദ്യം. യുദ്ധവും കച്ചവടമൊക്കെ പുറംപാട്ടുകളിലെ പ്രതിപാദ്യമാണ്. അകംപാട്ടുകളിൽ എന്തായിരുന്നു? പ്രണയം, കുടുംബജീവിതം എന്നിവ അകംപാട്ടുകളുടെ പ്രധാന പ്രമേയങ്ങളായിരുന്നു. അടുത്ത പോയിന്റ്, അന്നത്തെ ഭൂപ്രകൃതി, കച്ചവടം, വസ്ത്രധാരണം, ആഭരണങ്ങൾ, ആചാരങ്ങൾ, തൊഴിലുകൾ, വിശ്വാസങ്ങൾ എന്നിവയിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്ര സ്രോതസ്സുകളാണ് സംഘസാഹിത്യ കൃതികൾ. പ്രാചീന കേരള ചരിത്രം നാം അറിയുന്നത് പ്രധാനമായും ഈ കൃതികളിൽ നിന്നാണ്. CE 8ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് കേരളത്തിൻ്റെ പ്രാചീന കാലം. അടുത്ത പോയിന്റ്, തിണകളിലെ ജീവിതം. സംഘകാലത്തെ തിണസങ്കല്പമനുസരിച്ച് നിലത്തെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയുടെ പേരും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ജനജീവിത രീതിയൊക്കെയാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത പോയിന്റ്, 5 തിണകളെ ഒരുമിച്ച് ഐന്തിണകൾ എന്ന് വിളിക്കുന്നു. 5 തിണകളെ ഒരുമിച്ച് എന്താണ് അറിയപ്പെടുന്നത്? ഐന്തിണകൾ എന്ന് വിളിക്കുന്നു. തിണകളുടെ പേരുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങൾ ഇന്നും നിലനിൽക്കുന്നതായിട്ട് കാണാം. തിണകളുടെ പേരുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങൾ ഇന്നും നിലനിൽക്കുന്നതായി കാണാം. അപ്പോൾ അതിനു നമുക്ക് ഈ തിണകളും അതിൻ്റെ നിലത്തിൻ്റെ പ്രത്യേകത, ജനങ്ങളുടെ തൊഴിലൊന്ന് നോക്കാം. തിണകൾ കുറിഞ്ചിയാണ് ആദ്യത്തേത്. നിലത്തിൻ്റെ പ്രത്യേകത എന്താണ്? മലയും കാടും നിറഞ്ഞതാണ് കുറിഞ്ചികൾ. കുറിഞ്ഞിമല എന്നൊക്കെ നമുക്കറിയില്ല. അപ്പോൾ കുറിഞ്ചി ആയിട്ട് എടുത്തിട്ട് എന്താണ്? മലയും കാടും നിറഞ്ഞതാണ് കുറിഞ്ചി. അവിടുത്തെ ജനങ്ങളുടെ തൊഴിൽ എന്താണ്? നായാട്ടും വനവിഭവ ശേഖരണവും. മലയിലും കാടിലും ഒക്കെ നമുക്കറിയാലോ നായാട്ടും വനവിഭവ ശേഖരണവും ഒക്കെയാണെന്ന്.
അപ്പോൾ അതങ്ങനെ ഓർത്ത് വയ്ക്കുക. അടുത്തതാണ് മുല്ല എന്താണ്? കുന്നുകളും പുൽമേടുകളും. അപ്പം നമ്മൾ മുല്ലച്ചെടി എന്താണ്? പുൽമേടുകളിലും കുന്നിൻ്റെ ചെരുവുകളിലൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് ജസ്റ്റ് ഇങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഓർത്ത് വയ്ക്കാം. അടുത്തതാണ് അവരെ തൊഴിലാണ് എന്ത്? ഇടയവൃത്തി, നിലം മാറി മാറിയുള്ള കൃഷി രീതി. ഈ കുന്നുകളിലും പുൽമേട്ടിലൊക്കെ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? ആടിനെ മേയ്ക്കുന്നത്, പശുക്കളെ ഇങ്ങനെ വെറുതെ പുല്ല് കഴിക്കാൻ വിടുന്നതൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് മനസ്സിലിങ്ങനെ വിചാരിച്ച് ഓർത്ത് വയ്ക്കാം. അപ്പോൾ മുല്ല, കുന്നുകളും പുൽമേടുകളും, ഇടയവൃത്തി, നിലം മാറി മാറിയുള്ള കൃഷിയൊക്കെയാണ് അവിടുത്തെ എന്താണ്? ജനങ്ങളുടെ തൊഴിൽ. അടുത്തത് പാല എന്താണ്? പാഴ്നിലം, തരിശു നിലം. നിലത്തിൻ്റെ പ്രത്യേകതയാണ് പാലയുടെ നിലത്തിൻ്റെ പ്രത്യേകതയാണ് പാഴ്നിലവും തരിശു നിലവുമാണ്. അവിടെ എന്താണ്? പിടിച്ചുപറിയും കവർച്ചയൊക്കെയാണ് അവിടുത്തെ ജനങ്ങളുടെ തൊഴിൽ. പിടിച്ചുപറിയും കവർച്ചയുമാണ് പാലൈ തിണയിലെ ജനങ്ങളുടെ തൊഴിൽ. അടുത്തത് മരുതം. നീർവാർച്ചയുള്ള വയലുകളാണ് മരുതം. നീർവാർച്ചയുള്ള വയലുകളാണ് മരുതം എന്നറിയപ്പെടുന്നത്. അവിടുത്തെ ജനങ്ങളുടെ തൊഴിൽ എന്താണ്? കൃഷിപ്പണിയും അനുബന്ധ കൈത്തൊഴിലുകളാണ്. കൃഷിപ്പണിയും അനുബന്ധ കൈത്തൊഴിലുകളുമാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം. നെയ്തൽ എന്താണ്? കടലോരം, തീരപ്രദേശം. നെയ്തലിലെ നിലത്തിൻ്റെ പ്രത്യേകത കടലോരം, തീരപ്രദേശമാണ്. ജനങ്ങളുടെ തൊഴിൽ എന്താണ്? മീൻപിടുത്തവും ഉപ്പ് നിർമ്മാണം, മുത്തുവാരൽ. അപ്പോൾ കടലോരത്തെ ജനങ്ങളുടെ തൊഴിൽ എന്താണ്? മീൻപിടുത്തം, ഉപ്പ് നിർമ്മാണം, മുത്തുവാരൽ. തിണകൾ അറിയപ്പെടുന്നത് നെയ്തൽ എന്നാണ്. അപ്പോൾ 5 പ്രധാനപ്പെട്ട തിണകളാണ് കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. കുറിഞ്ചി മലയും കാട് നിറഞ്ഞതാണ്. മുല്ല കുന്നുകളും പുൽമേടുകൾ നിറഞ്ഞതാണ്. പാല പാഴ്നിലം, തരിശു നിലം. മരുതം നീർവാഴ്ചയുള്ള വയലുകൾ. നെയ്തൽ കടലോരം, കടൽ തീരദേശം. കുറിഞ്ചി ജനങ്ങളുടെ തൊഴിൽ നായാട്ടും വനവിഭവ ശേഖരണവും. മുല്ല ജനങ്ങളുടെ തിണയിലെ ജനങ്ങളുടെ തൊഴിൽ എന്താണ്? ഇടയവൃത്തി, നിലം മാറിയുള്ള കൃഷി. പാലയിലെ ജനങ്ങളുടെ തൊഴിലാണ് പിടിച്ചുപറിയും കവർച്ചയും. മരുതത്തിൽ എന്താണ്? കൃഷിപ്പണി, അനുബന്ധ കൈത്തൊഴിലുകൾ. നെയ്തലിലെ മീൻപിടുത്തം, ഉപ്പ് നിർമ്മാണം, മുത്തുവാരലൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ സ്ഥലനാമങ്ങളെ പറ്റി ഒന്ന് നോക്കാം. കുറിഞ്ചിലക്കാട് എന്നറിയപ്പെടുന്ന ഇന്നും. പിന്നെ മുല്ലശ്ശേരി, മുല്ലപ്പള്ളി, മുല്ലമംഗലം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പാലക്കാട്. മരുതംകുഴി, മരുതമൺ, മരുതൂർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നെയ്തൽ എന്താണ്? അഴി, പൊഴി, തുറ എന്നിവ ഉൾപ്പെടുന്ന പേരുകളാണ്. അടുത്തത് എന്താണ്? മധ്യകാലത്തിലേക്ക്. CE 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ് കേരളത്തിൻ്റെ മധ്യകാലം. അപ്പോൾ കേരളത്തിൻ്റെ മധ്യകാലം എന്താണ്? CE 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ് കേരളത്തിൻ്റെ മധ്യകാലം. ഈ കാലഘട്ടത്തിൽ നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടായി. CE 849 തരിസാപ്പള്ളി ചെപ്പേടിൻ്റെ അതിൻ്റെ ചിത്രമാണ് കേട്ടോ അത്. തരിസാപ്പള്ളി ചെപ്പേടിൻ്റെ വരവ് നൽകുന്ന ചരിത്ര തെളിവുകളിൽ പ്രധാനപ്പെട്ടവയാണ് ചെപ്പേടുകൾ. തരിസാപ്പള്ളി ചെപ്പേടിൽ എഴുതിയിട്ടുള്ളത് വട്ടെഴുത്ത് എന്ന ലിപിയിലാണ്. കേരള ചരിത്രത്തിൽ പെരുമാൾ വാഴ്ചക്കാലത്തെ ഏറ്റവും പഴയ രേഖകളിൽ ഒന്നാണിത്. ചെപ്പേടുകൾ എന്നറിയപ്പെടുന്നത്. അന്നത്തെ രാജാവായ ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖകളിലുള്ളത്. അന്നത്തെ രാജാവായ ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖകളിലുള്ളത്. അടുത്ത പോയിന്റ് പെരുമാൾ ഭരണം. പഴന്തമിഴ് പാട്ടുകളുടെ വീരയുഗത്തിന് ശേഷം പുതിയൊരു സാമൂഹിക രൂപം രൂപപ്പെട്ടത് പെരുമാൾ ഭരണകാലത്താണ്. മഹോദയപുരം കേന്ദ്രമാക്കിയാണ് ഇവർ ഭരിച്ചത്. ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പെരുമാക്കന്മാർ, ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. അടുത്തത് എന്താണ്? കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിതമായത് ഇക്കാലത്താണ്. CE 800 മുതൽ 1122 വരെയാണ് പെരുമാൾ ഭരണകാലം. നാടുവഴി സ്വരൂപങ്ങൾ. 12-ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. തുടർന്ന് നാടുവാഴികൾ സ്വതന്ത്രമായി ഭരിക്കാൻ തുടങ്ങി. നാടുവാഴികളുടെ കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്നറിയാൻ തുടങ്ങി. അപ്പോൾ നാടുവാഴികളുടെ കീഴിലുള്ള പ്രദേശങ്ങൾ എന്താണ്? സ്വരൂപങ്ങൾ എന്നറിയപ്പെടാൻ തുടങ്ങി. പ്രധാന നാടുകളും സ്വരൂപങ്ങളും പരിചയപ്പെടാം. അപ്പം കോലത്ത് നാട്, അത് സ്വരൂപം എന്താണ്? കോലസ്വരൂപം എന്നറിയപ്പെടുന്നു. ഏറനാട് നെടിയിരുപ്പ് സ്വരൂപം. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം. വേണാട് തൃപ്പാപ്പൂർ സ്വരൂപം.
കോലത്തുനാട് കോലസ്വരൂപം, ഏറനാട് നെടിയിരുപ്പ് സ്വരൂപം, കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം, വേണാട് തൃപ്പാപ്പൂർ സ്വരൂപം. അടുത്ത പോയിന്റ്, അധികാര മേഖല വികസിപ്പിക്കുന്നതിനായി സ്വരൂപങ്ങൾ പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമെത്തിയ പോർച്ചുഗീസുകാരും ഡച്ചുകാരും അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കലഹങ്ങളിൽ ഇടപെട്ടിരുന്നു. 18-ാം നൂറ്റാണ്ട് വരെ നാടുവഴി സ്വരൂപങ്ങൾ വലിയ മാറ്റങ്ങളില്ലാതെ തുടർന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഹൈദരാലിയും ടിപ്പു സുൽത്താനും വടക്കൻ കേരളത്തിലേക്ക് പടയോട്ടങ്ങൾ നടത്തിയത് നാടുവഴികളെ ഭയപ്പെടുത്തി. മലബാർ മേഖല ടിപ്പുവിൻ്റെ കീഴിലായി. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ പരാജയപ്പെടുത്തി. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ പ്രാദേശിക വിഭജനം രൂപപ്പെടുത്തുന്നത് ഇക്കാലത്താണ്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ എന്താണ്, ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ പരാജയപ്പെടുത്തി തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ പ്രാദേശിക വിഭജനം രൂപപ്പെടുത്തി. അടുത്ത പോയിന്റ്, മധ്യകാലഘട്ടത്തിൻ്റെ സ്വാധീനം വിവിധ മേഖലകളിലാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയതാണ് സാഹിത്യ മേഖലകളിൽ എന്താണ്, കൃഷ്ണഗാഥ ചെറുശ്ശേരിയാണ് രചിച്ചത്. രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകളൊക്കെ എഴുതിയത് എഴുത്തച്ഛനാണ്. പിന്നെ അന്നത്തെ സാഹിത്യത്തിൽ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, തൊഴിൽപ്പാട്ട് എന്നിങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ തുള്ളൽ കൃതികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. പുത്തൻ പാന അർണോസ് പാതിരി, മുഹിയുദ്ദീൻ മാല രചിച്ചത് ഗാസി മുഹമ്മദ്. അപ്പോൾ കൃഷ്ണഗാഥ ചെറുശ്ശേരിയാണ് രചിച്ചത്. തുള്ളൽ കൃതികൾ കുഞ്ചൻ നമ്പ്യാരാണ്. പുത്തൻ പാന അർണോസ് പാതിരി, മുഹിയുദ്ദീൻ മാല ഗാസി മുഹമ്മദ്. രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകളൊക്കെ എഴുതിയത് എഴുത്തച്ഛനാണ്. അടുത്തത് അന്നുണ്ടായിരുന്ന കലാരൂപങ്ങളാണ് കൂത്ത്, കൂടിയാട്ടം, കഥകളി, മാർഗംകളി, മാപ്പിളപ്പാട്ട്, ഒപ്പന, ചവിട്ടുനാടകം. അന്നുണ്ടായിരുന്ന കലാരൂപങ്ങളാണ് കൂത്ത്, കൂടിയാട്ടം, കഥകളി, മാർഗംകളി, മാപ്പിളപ്പാട്ട്, ചവിട്ടുനാടകം, ഒപ്പന. അടുത്തത് അനുഷ്ഠാന കലകളാണ് തെയ്യം, തിറ, മുടിയെഴുത്ത്, കളംപാട്ട്, സർപ്പംപാട്ട്, പടയണി. അടുത്ത പോയിന്റ്, വിവേകാനന്ദൻ്റെ ഒരു കോട്ടാണ്. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അക്കാലത്തെ സാമൂഹിക ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഇതിൽ കാര്യമായിട്ട് പോയിന്റ് ഒന്നുമില്ല. അടുത്ത ആളെ നോക്കാം. വൈകുണ്ഠസ്വാമികളാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോവിലിൽ ജനിച്ചു. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് ജനിച്ചത്? കന്യാകുമാരിയിലെ ശാസ്താംകോവിലിൽ ജനിച്ചു. അടുത്ത പോയിന്റ്, അവർണ സവർണ വ്യത്യാസം കൂടാതെ സമപന്തി ഭോജനം നടത്തി. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ പ്രത്യേകതയാണെന്ത്? അവർണ സവർണ വ്യത്യാസം കൂടാതെ സമപന്തി ഭോജനം നടത്തി. അദ്ദേഹം എവിടെ ജനിച്ചത്? കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് ജനിച്ചത്. അടുത്തത്, എല്ലാവർക്കും വെള്ളം കുടിക്കാൻ പൊതു കിണറുകൾ കുഴിച്ചു. അപ്പോൾ സമപന്തി ഭോജനം, പൊതു കിണറുകളൊക്കെ ആരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടെയാണ്. അടുത്ത പോയിന്റ്, മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അക്കാലത്തുണ്ടായിരുന്നു മേൽമുണ്ട് ധരിക്കൽ നിരോധിച്ചിരുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കൊക്കെ. അപ്പോൾ അതിനെതിരെയൊക്കെ ശബ്ദമുയർത്തി. അടുത്ത പോയിന്റ്, ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ പ്രതികരിച്ചു. അടുത്ത പോയിന്റ്, സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ വൈകുണ്ഠസ്വാമികളിൽ കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് ജനിച്ചത്. അവർണ സവർണ വ്യത്യാസം കൂടാതെ സമപന്തി ഭോജനം നടത്തി. എല്ലാവർക്കും വെള്ളം കുടിക്കാൻ പൊതു കിണറുകൾ കുഴിച്ചു. പിന്നെന്താണ്? മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ പ്രതികരിച്ചു. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. പിന്നെന്താണ്? അപ്പോൾ അത്രയൊക്കെയാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറയുന്നത്. അടുത്തത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ശ്രീനാരായണ ഗുരു എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ബാക്കി പോയിന്റ്സ് നോക്കാം. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുകയായിരുന്നു മുഖ്യ ലക്ഷ്യം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ലക്ഷ്യം എന്താണ്? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുകയായിരുന്നു മുഖ്യ ലക്ഷ്യം. അടുത്ത പോയിന്റ്, സർവമത സാഹോദര്യത്തിന് വേണ്ടി യത്നിച്ചു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് ഉദ്ബോധിച്ചു. അടുത്തത്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ പ്രധാന കൃതികളാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ പ്രധാന കൃതികളാണ്. ശ്രദ്ധിക്കണം, ശ്രീനാരായണ ഗുരുവിൻ്റെയും
ചട്ടമ്പി സ്വാമികളുടെ കൃതികളെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ട് എഴുതിയത് ആരെന്ന് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരാറുണ്ട്. നവോത്ഥാനത്തിൽ നിന്ന് എപ്പോഴും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്ത പോയിന്റ് ഒന്നുകൂടെ വായിക്കാം. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ പ്രധാന കൃതികളാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് ഉദ്ബോധിപ്പിച്ചു. സർവ്വമത സാഹോദര്യത്തിന് വേണ്ടി പ്രയത്നിച്ചു. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുകയായിരുന്നു മുഖ്യ ലക്ഷ്യം എന്നൊക്കെ. ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. അടുത്ത പോയിന്റ് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അടുത്ത പോയിന്റ് ജാതി മത വർഗ വിവേചനത്തിനെതിരെ പ്രതികരിച്ചു. ജാതി മത വർഗ വിവേചനത്തിനെതിരെ പ്രതികരിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അടുത്ത പോയിന്റ് അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. അപ്പോൾ സമബന്ധി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മിശ്രഭോജനം ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത പോയിന്റ് വിദ്യയും വിത്തവും സാമൂഹ്യ പുരോഗതിക്ക് അടിസ്ഥാനമാണെന്ന് സൂചിപ്പിച്ചു. വിത്തവും വിദ്യയും സാമൂഹ്യ പുരോഗതിക്ക് അടിസ്ഥാനമാണെന്ന് സൂചിപ്പിച്ചു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ പ്രധാന കൃതികളാണ്. അപ്പം ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് ഏതൊക്കെ? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ജാതി മത വർഗ വിവേചനത്തിനെതിരെ പ്രതികരിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. വിത്തവും വിദ്യയും സാമൂഹ്യ പുരോഗതിക്ക് അടിസ്ഥാനമാണെന്ന് സൂചിപ്പിച്ചു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവയാണ് പ്രധാന കൃതികൾ. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ്. അടുത്ത ആളാണ് അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ യത്നിച്ചു. സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി യത്നിച്ചു. അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ചു. ഈ അധസ്ഥിതർക്ക് മാത്രമായിട്ട് വിദ്യാലയം ആരംഭിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് ജനിച്ചത്. തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ ആണ് ആര് ജനിച്ചത്? അയ്യങ്കാളി ജനിച്ചത്. അടുത്തത് സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അപ്പം അയ്യങ്കാളിയുടെ സംഘടനയാണ് ഇത്, സാധുജന പരിപാലന സംഘം. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര, കല്ലുമാല സമരം എന്നിവ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര, കല്ലുമാല സമരം എന്നിവ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് ജനിച്ചത്. സാധുജന പരിപാലന സംഘം സംഘടിപ്പിച്ചു. വില്ലുവണ്ടിയിൽ ചരിത്രയാത്ര, കല്ലുമാല സമരമൊക്കെ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അടുത്ത ആളാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തെ വക്കം ചിറയൻകീഴിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്തെ വക്കം എന്ന സ്ഥലത്ത് ചിറയൻകീഴിലാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത്. അടുത്ത പോയിന്റ് സാമൂഹിക പിന്നോക്കാവസ്ഥ മറികടക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് ഉദ്ബോധിപ്പിച്ചു. സാമൂഹിക പിന്നോക്കാവസ്ഥ മറികടക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് ഉദ്ബോധിപ്പിച്ചു. അടുത്ത പോയിന്റ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു. ഇതിൻ്റെ പത്രാധിപരായിരുന്നു ആര്യ? രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതിൻ്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ളയാണ് ഇതിൻ്റെ പത്രാധിപരായിരുന്നത്. അടുത്ത പോയിന്റ് മുസ്ലിം സംഘടനയുമായി യോജിച്ചു പ്രവർത്തിച്ചു. മുസ്ലിം ഐക്യ സംഘടനയുമായി യോജിച്ച് പ്രവർത്തിച്ചു. മുസ്ലിം അൽ ഇസ്ലാം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിമും അൽ ഇസ്ലാം എന്നീ മാസികകൾ ആരംഭിച്ചത്. മുസ്ലിം അൽ ഇസ്ലാം എന്നീ മാസികകൾ ആരംഭിച്ചു. മുസ്ലിം ഐക്യ സംഘടനയുമായി യോജിച്ച് പ്രവർത്തിച്ചു. പിന്നെ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു. അതിൻ്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ള. പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ സാമൂഹിക പിന്നോക്കാവസ്ഥ മറികടക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് ഉദ്ബോധിപ്പിച്ചു. പിന്നെ തിരുവനന്തപുരത്തെ വക്കം ചിറയൻകീഴിലാണ് ജനിച്ചത്. അടുത്ത ആളാണ് കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ എവിടെയാണ്? തിരുവല്ലയ്ക്ക് സമീപം ഇരവിപേരൂരിലാണ് ജനിച്ചത്. കുമാരഗുരുദേവൻ തിരുവല്ലയ്ക്ക് സമീപം ഇരവിപേരൂരിലാണ് ജനിച്ചത്.
അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി പ്രയത്നിച്ചു. അറിവ്, ആത്മീയത എന്നിവയെ ബന്ധിപ്പിച്ചു. അറിവിനെയും ആത്മീയതയെയും ബന്ധിപ്പിച്ചു. അടുത്തത് പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു. അപ്പോൾ കുമാരഗുരുദേവന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? തിരുവല്ലയ്ക്ക് സമീപം ഇരവി പേരൂരിലാണ് ജനിച്ചത്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് പ്രയത്നിച്ചു. പിന്നെ അറിവ്, ആത്മീയത എന്നിവയെ ബന്ധിപ്പിച്ചു. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു. അടുത്ത ആളാണ് വാഗ്ഭടാനന്ദൻ. തലശ്ശേരിക്കടുത്തുള്ള പാട്യത്തു ജനിച്ചു. അടുത്ത പോയിന്റ്, മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. പിന്നെന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകി. അദ്ദേഹം എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. തലശ്ശേരിക്കടുത്തുള്ള പാട്യത്താണ് ജനിച്ചത്. അടുത്ത ആളാണ് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുട്ടനാട്ടിലെ കൈനകരിയിലാണ് ജനിച്ചത്. കൈനകരിയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സംസ്കൃത പഠനത്തിനായി മാന്നാനത്ത് സ്കൂൾ സ്ഥാപിച്ചു. ഇവിടെ താഴ്ന്ന ജാതിക്കാർക്കും പ്രവേശനം നൽകി. പണ്ടത്തെ കാലത്തൊന്നും സംസ്കൃതം താഴ്ന്ന ജാതിക്കാർക്ക് പഠിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെ പ്രവർത്തിച്ചിട്ട് സംസ്കൃത പഠനത്തിനായിട്ട് മാന്നാനത്ത് സ്കൂൾ സ്ഥാപിച്ചു. അവിടെ താഴ്ന്ന ജാതിക്കാർക്കും പ്രവേശനം നൽകി. അടുത്ത പോയിന്റ്, മാന്നാനത്ത് അച്ചടിശാല സ്ഥാപിച്ചു. ആവശ്യക്കാർക്ക് സംഭാവനയായി പിടിയേരി നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നോക്കാം. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. തിരുവിതാംകൂറിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലുള്ള നിരത്തിലൂടെ നടക്കാൻ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ അർഹതയുണ്ടായിരുന്നുള്ളൂ. ഇതിനെതിരായ സത്യാഗ്രഹ സമരത്തിൽ തമിഴ്നാട്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് പോലും ജനങ്ങളെത്തി. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും സമരത്തെ പിന്തുണച്ചു. ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, C.V. കുഞ്ഞുരാമൻ, K.P. കേശവമേനോൻ തുടങ്ങിയവർ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. പ്രധാന നിരത്തുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തുകൊണ്ട് രാജാവ് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. സത്യാഗ്രഹ സമരത്തിന് വിരാമമായി. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്നാണ്? 1924 തിരുവിതാംകൂറിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലുള്ള നിരത്തിലൂടെ നടക്കാൻ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ അന്ന് അർഹതയുണ്ടായിരുന്നുള്ളൂ. ഇതിനെതിരായി സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് പോലും ജനങ്ങളെത്തി. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും സമരത്തെ പിന്തുണച്ചു. ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, പിന്നെ C.V. കുഞ്ഞുരാമൻ, K.P. കേശവമേനോൻ തുടങ്ങിയവർ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. പ്രധാന നിരത്തുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തുകൊണ്ട് രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സത്യാഗ്രഹ സമരത്തിന് അങ്ങനെ വിരാമമായി. അടുത്തതാണെന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. K. കേളപ്പൻ, A.K. ഗോപാലൻ, T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, P. കൃഷ്ണപിള്ള. K. കേളപ്പൻ, A.K. ഗോപാലൻ, T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, P. കൃഷ്ണപിള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സത്യാഗ്രഹം. കീഴ്ജാതിക്കാരുടെ ക്ഷേത്രാരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന ഇടത്തരം പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തിരുവിതാംകൂർ സർക്കാർ 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി. അപ്പം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട്, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്കും പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. എന്നായിരുന്നു? 1931. ആരൊക്കെയായിരുന്നു ആൾക്കാർ? K. കേളപ്പന്, A.K. ഗോപാലൻ, T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, P. കൃഷ്ണപിള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സത്യാഗ്രഹം. കീഴ്ജാതിക്കാരുടെ ക്ഷേത്രാരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന ഇടത്തരം പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് തിരുവിതാംകൂർ സർക്കാർ 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി. അടുത്ത പോയിന്റാണ് എന്ത്? ഒരുമയിലുണ്ടായ കേരളം. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് രാജ്യത്താകമാനം പുത്തൻ ഉണർവ് പകർന്നു. ഒരുമയിലുണ്ടായ കേരളം. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വന്നത് രാജ്യത്താകമാനം പുത്തൻ ഉണർവ് പകർന്നു.
കേരളത്തിലും ഇതിൻ്റെ അകയൊലികൾ വായിക്കാം. ഒരുമയിലുണ്ടായ കേരളം. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വന്നത് രാജ്യത്താകമാനം പുത്തൻ ഉണർവ് പകർന്നു. കേരളത്തിലും ഇതിൻ്റെ അലയൊലികളെത്തി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിൽ യോജിപ്പിച്ച് കേരള സംസ്ഥാനം ഉണ്ടാകണമെന്ന ജനവികാരം ശക്തിപ്പെട്ടു. 1945 ഐക്യ കേരള രൂപീകരണത്തിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1947 തൃശ്ശൂരിൽ വെച്ച് ഐക്യ കേരള കൺവെൻഷൻ നടന്നു. 1949 തിരുവിതാംകൂറും കൊച്ചിയും യോജിക്കപ്പെട്ടു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. അടുത്ത പോയിന്റ്, 1990 ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. അപ്പം ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ആദ്യം വായിച്ച് മാർക്ക് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അതിനപ്പുറം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് മാത്രമേ ഞാൻ എടുത്ത് വായിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് എല്ലാവരും കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.